നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 56-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. ശബ്ബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് അത് ചെയ്യുന്ന മർത്യനും അത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. എൻ്റെ ശബ്ബത്താചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്നു വരുന്ന അന്യജാതിക്കാരെ ശബ്ബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ മഹായാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായി ഇരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഞാൻ അവരോട് അവരുടെ ശേഖരിക്കപ്പെടുന്നവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കും എന്ന് ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യഹോവയുടെ അരുളപ്പാട്. വയലിലെ സകല മൃഗങ്ങളും കാട്ടിലെ സകല മൃഗങ്ങളും ആയുള്ളവരെ വന്ന് തിന്നുകൊള്ളുവീൻ. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഉമനായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തൻ താന്താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. വരുവീൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കഴിക്കാം, ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ എന്ന് അവർ പറയുന്നു. യെശയ്യാപ്രവചനം 56-ാം അധ്യായത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാക്യം 7-ാം വാക്യമാണ്. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഈ വാക്യം യേശു യെരുശലേം ദേവാലയ ശുദ്ധീകരണ സമയത്ത് ഉദ്ധരിച്ചതായി മത്തായി 21:13, മർക്കോസ് 11:17, ലൂക്കോസ് 19:46 എഴുതിയിട്ടുണ്ട്. ബാബയിൽ നിന്ന് മടങ്ങിയെത്തുന്ന യഹൂദർ മുമ്പ് ചെയ്തതുപോലെ ശബ്ബത്തിനെ അശുദ്ധമാക്കരുത് എന്ന ആജ്ഞയാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത്. അത് ആഴ്ചയുടെ 7-ാം ദിവസത്തെക്കുറിച്ച് മാത്രമല്ല, 7-ാം വർഷവും ഭൂമി തരിച്ചിടണമായിരുന്നു. മിസ്രയീമിൽ നിന്ന് വന്ന ഇസ്രായേൽ 490 വർഷം കനാനിൽ താമസിച്ച കാലത്ത് 70 വർഷം ഭൂമിക്ക് ശബ്ബത്ത് നൽകണമായിരുന്നു. പല സമൃദ്ധി നിമിത്തം അവരത് നൽകാതിരുന്നത് കൊണ്ടും കൂടെയാണ് 70 വർഷത്തേക്ക് അവരെ ബാബേലിലേക്ക് അയച്ചിട്ട് ഭൂമി തരിച്ചിടാനിടയായത്. അതുകൊണ്ടാണ് ദൈവം കൽപ്പിച്ചത് മേലാൽ അത് ആവർത്തിക്കരുത് എന്ന്. 10 കൽപ്പനയിൽ ഒന്ന് ഇവിടെ ഉയർത്തി കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാ കൽപ്പനയുമാണ് ഉദ്ദേശിക്കുന്നത്. ചില അധ്യായത്തിൽ പരിച്ഛേദനയും ചില അധ്യായത്തിൽ ഉപവാസവുമായിരിക്കും ഉയർത്തിക്കാട്ടുന്നത് എന്ന് മാത്രം. ന്യായപ്രമാണത്തെ മൊത്തത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ ന്യായപ്രമാണ ആചരണത്തിലൂടെ യഹോവയെ ഉയർത്തുമ്പോൾ പുറജാതികൾ യഹോവയുടെ മഹത്വം മനസ്സിലാക്കി ചേർന്നു വരും. അവർക്ക് ഇസ്രായേലർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ദൈവം വയ്ക്കുകയില്ല എന്നാണ് 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. പുറജാതികൾക്കാകട്ടെ ഷണ്ണന്മാർക്കാകട്ടെ
അവര് ന്യായപ്രമാണം ആചരിക്കാൻ തയ്യാറായാൽ, യഹോവയെ ആരാധിക്കാൻ തയ്യാറായാൽ അവർക്ക് യാതൊരു വ്യത്യാസവും വെക്കയിൽ നിന്ന് മാത്രമല്ല ഒരുപടി കൂടെ അവരെ ഉയർത്തുകയുള്ളൂ എന്നാണ്. തുടർന്നാണ് എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നത്. യഹൂദരോടൊപ്പം പുറജാതികളെയും ദൈവം അംഗീകരിക്കും എന്ന 8-ാം വാക്യം യോഹന്നാൻ സുവിശേഷം 10:16 കർത്താവ് ഉദ്ധരിച്ചു. അതായത് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, ഒരിടയനും ഒരു തൊഴുത്തുമാകും എന്നാണ് അവിടെയുള്ളത്. അത് സഭയുടെ കാര്യമാണ്. എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നു എന്ന് കർത്താവ് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും യഹൂദനും യഹൂദേതരനും, അതായത് കർത്താവിനെ വിശ്വസിക്കുന്ന യഹൂദരും കർത്താവിനെ വിശ്വസിക്കുന്ന പ്രജാതികളും ചേർന്ന് ഒരു ശരീരമാകും, അല്ലെങ്കിൽ ഒരു കെട്ടിടമാകും, ഒരാട്ടിൻകൂട്ടമാകും, ഒരു നിലവിളക്കാകും എന്നുള്ള ആശയമാണ്. പഴയ നിയമത്തില് യെരൂശലേം ദേവാലയം തീർച്ചയായിട്ടും യഹൂദന്മാർക്കുള്ളതാണ്. അതിലെ പ്രാകാരത്തിൽ മാത്രമേ സാധാരണ യഹൂദന് വരാൻ കഴിയൂ. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർക്ക് വരാം. അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രമേ വർഷത്തിൽ ഒരിക്കൽ വരാൻ കഴിയൂ. എന്നാൽ സകല ജാതികൾക്കും അവിടെ പ്രവേശനം ഉണ്ടാകണമെങ്കിൽ ആ വേർപാടിന് നടിച്ചു ചിരിച്ച് കളയപ്പെടണം, അല്ലെങ്കിൽ ആ തിരശീല മേൽതൊട്ടടിയോരം ഉണ്ടായി ചീന്താനിടയായി തീരണം. യേശു മരിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. തീർച്ചയായിട്ടും കർത്താവ് സകല ജാതികളെയും, അല്ലെങ്കിൽ സകല വംശത്തിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെട്ട ആളുകളെ ദൈവമക്കളാക്കാനാണ് ഭൂമിയിൽ വന്ന് നരകശിക്ഷ ഏൽക്കാൻ ഇടയായത്. ആ ആശയമാണ് ഈ 56-ാം അധ്യായം നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനായി ജീവിക്കുക. ഈ ചിന്തകൾ നമ്മളെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.